പൃഥ്വിരാജ്, അമല പോൾ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി ബ്ലസ്സി ഡയറക്റ്റ് ചെയ്യുന്ന ആടുജീവിതം മാർച്ച് 28-ന് തിയേറ്ററുകളിലെത്തുകയാണ്. 2008-ൽ ഇറങ്ങിയ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലാണ് സിനിമയ്ക്ക് ആധാരം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സാഹിത്യകൃതികൾ ഇതിനു മുമ്പും സിനിമകളായിട്ടുണ്ട്. അത്തരത്തിൽ സാഹിത്യകൃതികളെ ആധാരമാക്കി ഇറക്കിയ മലയാള സിനിമകൾ ഏതെന്ന് നോക്കാം ഇന്നത്തെ റിവേഴ്സ് ക്ലാപ്പിൽ. മതിലുകൾ. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്ത നോവൽ മതിലുകൾ അടൂർ ഗോപാലകൃഷ്ണനാണ് സിനിമയാക്കിയത്. 1989-ൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ മമ്മൂട്ടി, മുരളി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയപ്പോൾ KPS ലളിത നാരായണി എന്ന കഥാപാത്രത്തിൻ്റെ ശബ്ദത്തിലൂടെ സിനിമയുടെ ഭാഗമായി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതാനുഭവം തന്നെയായിരുന്നു മതിലുകൾ എന്ന നോവൽ. രാഷ്ട്രീയ തടവുകാരനായി ജയിലിലെത്തുന്നതും അവിടുത്തെ സൗഹൃദവും പ്രണയവുമൊക്കെയാണ് കഥാപരിസരം. സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മനുഷ്യൻ്റെ വികാരവിചാരങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന സിനിമ നോവലിനോട് ഏറെക്കുറെ നീതി പുലർത്തിയെന്ന് പറയാം. മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്ക് മതിലുകൾ നേടിക്കൊടുത്തു. അതുകൂടാതെ മികച്ച സംവിധായകൻ, മികച്ച ശബ്ദലേഖനം, മികച്ച മലയാള ഭാഷാ ചിത്രം എന്നീ അവാർഡുകളും സിനിമയ്ക്ക് ലഭിച്ചു. ഭാർഗവി നിലയം. ബഷീറിൻ്റെ തന്നെ നീലവെളിച്ചം എന്ന കഥയെ അടിസ്ഥാനമാക്കി A. വിൻസെൻ്റ് സംവിധാനം ചെയ്ത ഹൊറർ ചിത്രമാണ് ഭാർഗവി നിലയം. ബഷീർ തന്നെ തിരക്കഥയൊരുക്കിയ ചിത്രം 1964-ലാണ് റിലീസായത്. മധു, പ്രേം നസീർ, PJ ആൻ്റണി, അടൂർ ബാസി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം അക്കാലത്ത് ഹൊറർ സിനിമകൾക്ക് പുതിയ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. ലൈറ്റിങ്ങിലും ക്യാമറയിലും നൂതനമായ പുതിയ രീതികൾ പരീക്ഷിച്ച ചിത്രം പ്രേക്ഷകർക്ക് പുതിയ അനുഭവമായി. MS ബാബുരാജിൻ്റെ സംഗീതത്തിൽ വന്ന ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. സിനിമ ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2023-ൽ ആഷിഖ് അബു ടൊവിനോയെ നായകനാക്കി നീലവെളിച്ചം വീണ്ടും സിനിമയാക്കിയെങ്കിലും ചിത്രം പ്രതീക്ഷിച്ച നിലവാരം പുലർത്തിയില്ല. ബോക്സ് ഓഫീസിൽ ചിത്രം തകർന്നടിഞ്ഞു. വിധേയൻ. മമ്മൂട്ടി, MR ഗോപകുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത വിധേയൻ എന്ന ചിത്രം പ്രശസ്ത എഴുത്തുകാരൻ സക്കറിയയുടെ ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും എന്ന നോവലിൻ്റെ അഡാപ്ഷനായിരുന്നു. ഭാസ്കര പട്ടേലറായി മമ്മൂട്ടി ഗംഭീര പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഈ സിനിമയിലൂടെ നാഷണൽ അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ അവാർഡും ചിത്രത്തിന് ലഭിച്ചു. സ്റ്റേറ്റ് അവാർഡിലും നിരവധി അവാർഡുകളാണ് ചിത്രം വാരിക്കൂട്ടിയത്. കാപ്പ. 2022-ൽ ഷാജി കൈലാസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കാപ്പയിൽ പൃഥ്വിരാജ്, ആസിഫ് അലി, അന്നാബൻ, അപർണ ബാലമുരളി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. ഇന്ദുഗോപൻ്റെ ശംഖുമുഖി എന്ന നോവലായിരുന്നു സിനിമക്കാധാരം. ഇന്ദുഗോപൻ തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ തിരക്കഥയും ഒരുക്കിയത്. നോവൽ എന്ന നിലയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട സൃഷ്ടിയായിരുന്നു ശംഖുമുഖി എങ്കിലും അതിൻ്റെ സിനിമാരൂപം സ്ഥിരം കെട്ടുകാഴ്ചയായി മാറുന്നതാണ് കണ്ടത്. തിരുവനന്തപുരത്തെ കൊട്ടേഷൻ സംഘങ്ങളെ ബേസ് ചെയ്ത് കഥ പറഞ്ഞ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. ചിത്രം വലിയ രീതിയിലുള്ള ട്രോളുകൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. ബാല്യകാലസഖി. ബഷീറിൻ്റെ ഇതേ പേരിലുള്ള നോവൽ അടിസ്ഥാനമാക്കി 2011 ഇറങ്ങിയ സിനിമയാണ് മമ്മൂട്ടി, മീന, ഇഷ തൽവാർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ബാല്യകാലസഖി. മജീദിൻ്റെയും സുഹറയുടെയും കഥ പറഞ്ഞ ചിത്രം ഡയറക്റ്റ് ചെയ്തത് പ്രമോദ് പയ്യന്നൂറായിരുന്നു. പക്ഷേ നോവലിലെ ആ ഒരു ഫീല് സിനിമയിലേക്ക് ആവാഹിക്കാൻ ഡയറക്ടർക്ക് പറ്റിയില്ല. പല അഭിനേതാക്കളും മിസ്കാസ്റ്റായി ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് സുഹറയുടെ വേഷം ചെയ്ത ഇഷ തൽവാർ ഈ ക്യാരക്ടർ ഒരു മിസ്കാസ്റ്റായി ഫീൽ ചെയ്തു. ചിത്രം തിയേറ്ററിലും ഫ്ലോപ്പായി. പ്രൈസ് ദ ലോർഡ്. സക്കറിയുടെ ഇതേ പേരിലുള്ള നോവൽ അടിസ്ഥാനമാക്കി ഇറങ്ങിയ ചിത്രം സംവിധാനം ചെയ്തത് ഷിബു ഗംഗാധരനാണ്. മമ്മൂട്ടി, മുകേഷ്, റീനു മാത്യൂസ്, അഹമ്മദ് സിദ്ദിഖ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം പക്ഷേ തിയേറ്ററിൽ വലിയ പരാജയമായി. ഒരു തക്കൻ തല്ലുകേസ്. GR ഇന്ദുഗോപൻ്റെ അമ്മിണിപ്പിള്ള വെട്ടുകേസ് എന്ന കഥയെ അടിസ്ഥാനമാക്കി 2022-ൽ ശ്രീജിത്ത് N ഡയറക്റ്റ് ചെയ്ത ചിത്രമായിരുന്നു ഒരു തക്കൻ തല്ലുകേസ്. ബിജു മേനോൻ, പത്മപ്രിയ, നിമിഷ സജയൻ, റോഷൻ മാത്യൂസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. കഥയെന്ന നിലയിൽ മികച്ച വായനാനുഭവം നൽകിയ അമ്മിണിപ്പിള്ള വെട്ടുകേസ് പക്ഷേ സിനിമയായപ്പോൾ പ്രതീക്ഷിച്ച നിലവാരം പുലർത്തി. ചെമ്മീൻ. തകഴിയുടെ ഇതേ പേരിലുള്ള നോവൽ രാമു കാര്യായിട്ട് സിനിമയാക്കിയപ്പോൾ സത്യൻ, ഷീല, മധു, കൊട്ടാരക്കര ശ്രീധരനായർ എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിലെത്തിയത്. സലീൽ ചൗധരിയായിരുന്നു സിനിമയുടെ മ്യൂസിക്. മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരു പ്രധാന സിനിമയായി കണക്കാക്കപ്പെടുന്ന ചെമ്മീൻ മികച്ച സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡും നേടി. പാലേരി മാണിക്കം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ. മമ്മൂട്ടി ട്രിപ്പിൾ റോളിലെത്തി 2009 പുറത്തിറങ്ങിയ ചിത്രം സംവിധാനം ചെയ്തത് രഞ്ജിത്തായിരുന്നു. TP രാജീവൻ്റെ ഇതേ പേരിലുള്ള നോവലായിരുന്നു സിനിമയ്ക്കാധാരം. മികച്ച നടൻ, നടി, സിനിമ അങ്ങനെ ഒരുപാട് സ്റ്റേറ്റ് അവാർഡുകൾ ചിത്രം വാരിക്കൂട്ടി. ഈ ലിസ്റ്റ് ഇപ്പോഴും അപൂർണമാണ്. ഇനിയും ഒരുപാട് ചിത്രങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന സിനിമകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.